ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് തന്നെ എണീറ്റിട്ട് നമ്മൾ കൊഴുക്കുമല സൺറൈസ് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നലെ നൈറ്റ് നമ്മുടെ ക്യാമ്പ് ഫയറും ഡിന്നറും എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ മെയിൻ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൈസിനാണ്. അപ്പോൾ കാലത്ത് 4 മണിക്ക് തന്നെ അവർ ചേട്ടന്മാർ വന്ന് വിളിച്ചു. കാരണം 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ഇവിടെ ഫുള്ള് ഈ കാണുന്ന ജീപ്പ് എല്ലാതും അവിടേക്ക് കയറാൻ വേണ്ടി എൻട്രി എടുക്കാൻ നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ റിസോർട്ട് പാക്കേജിലുള്ളതും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ഇവിടെ വന്നാലും താഴേന്ന് ജീപ്പ് വിളിച്ച് പോകാം. കാരണം ഇവിടെ ഈ ജീപ്പ് മാത്രം കയറുള്ളൂ. കാരണം വേറെ പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും കയറ്റില്ല. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇവിടെ ഈ ഒരു വഴി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമുക്ക് ഓഫ് റോഡാണ്. അങ്ങനെ ഒരു കിഡിലൻ ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പോരാ, കാരണം നല്ല രീതിയിൽ മഴയുള്ള കാരണം ചെളിയും നല്ല വഴുക്കലും പിന്നെ കല്ലുകളും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളിത് ഇതിന് മുന്നേ ഇതുപോലെ പോയിട്ടുള്ളത് കുടജാത്രിക്കാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടിയും കൂടുതലുണ്ട് ഇത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ജീപ്പുകൾ വരിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മോളിലേക്ക് എത്തുന്നതോറും കോടയും കയറുന്നുണ്ട്. ഇപ്പോൾ അവിടെ എത്താറായി. അപ്പോൾ അവിടെ ഇറക്കിയിട്ടുള്ള ബാക്കി ജീപ്പുകളാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്കുള്ള കോടയും സംഭവങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇറങ്ങി നടക്കുന്നത് ഇപ്പോൾ ജീപ്പുകളെല്ലാതും അവിടെ എല്ലാവരും കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ സൈഡിലായി ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളവിടെ എത്തി. പിന്നെ നമ്മൾ പോണത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 300 മീറ്റർ നടക്കാനുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്നിപ്പോൾ ഇത്രയും ഇഷ്ടമുള്ള കാരണം കൊണ്ട് തന്നെ സൺറൈസ് കാണാൻ പറ്റുന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഇനിയൊരു മഴയുടെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് എൻഡിങ് ജീപ്പുകളെല്ലാതും വന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു വഴിച്ചേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ മുകളിലേക്ക് കയറണം. നല്ല രീതിക്കുള്ള മിസ്റ്റ് ഉണ്ട്, നല്ല ക്ലൈമറ്റ്. കാരണം നേരെ ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് വഴിയെ കാണാം. വഴിയെടുക്കും ചേച്ചി ഇതിങ്ങനെ നിങ്ങൾ ആദ്യം കയറിപ്പോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ത്രില്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. സംഭവം ഇങ്ങനെ ഈ ഒരു കോടയുടെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ ആ ഒരു ചെടികളുടെ ഷെയ്ഡും നല്ലൊരു കാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലായിടത്തുനിന്നും ഈ ഒരു വ്യൂ കാണാനാണ് മെയിനായിട്ട് ഇവിടെ സൂര്യനെല്ലിയിൽ വരുന്നത്. നമ്മളും അത് വെയിറ്റിംഗ് ആണ്. സംഭവം ഇതിപ്പോൾ എന്താ സംബന്ധിച്ച് എവിടെ നിന്നാണ് ഈ സൺറൈസ് നമുക്ക് വരാമെന്നുള്ളൊരു പിടുത്തമില്ല. കാരണം മുന്നേ വന്നിട്ടുള്ളവർ നമുക്കൊരു സൈഡ് കാണിച്ചു തന്നു. പിന്നെ എല്ലാവരും ഒരു ദേശീക്കിനെ നോക്കിയിരിക്കണം. അപ്പോൾ നമ്മളും അവിടേക്കിനെ നോക്കി നിന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഈ വെളിച്ചം വരുന്നുണ്ടെങ്കിൽ തന്നെയും സൂര്യനെ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല. കാരണം ആ ഒരു സൈഡ് നമുക്കിപ്പോൾ മൊത്തത്തിൽ മിസ്റ്റ് കാരണം ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. കാരണം മലകളുടെ ഇടയിൽ നിന്നാണ് നമുക്ക് സൂര്യൻ പൊന്തി വരുന്നത് കാണാൻ പറ്റുക. അപ്പോൾ എന്നാലും ചെറുതായിട്ടൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്.
അങ്ങനെ നമ്മളെ പ്രതീക്ഷകൾ തെറ്റിക്കാണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നല്ല സൺറൈസ് കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. വന്നവരെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. എന്നാലും സൂര്യൻ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാണ്. കാരണം ഇവിടെ തന്നെ വേറൊരു വ്യൂ പോയിന്റ് കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഇനി വണ്ടികളെല്ലാതും ഇറങ്ങണം, എന്നാലാണ് അടുത്ത വണ്ടികൾക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം വൺ സൈഡ് പോകാനുള്ള വഴിയുള്ളൂ. അപ്പം അങ്ങനെ തന്നെ നമ്മൾ പോകുമ്പോഴാണെങ്കിലും സൂര്യൻ ഇങ്ങനെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോണത് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും ചായക്കടിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നേരെ തിരിച്ച് നമ്മൾ ഈ വഴി കൂടെ തന്നെയാണ് ഇറങ്ങുക. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല വ്യൂ ഉള്ള വഴി തന്നെയാണ് കേട്ടോ. കാരണം ലേറ്റ് വന്നപ്പോഴാണ് കറക്റ്റ് ആ ഒരു രാവിലെ പിന്നെ നമുക്ക് ഇരുട്ടായതുകൊണ്ട് തന്നെ റോഡ് മാത്രമാണ് അങ്ങനെ കണ്ടിരുന്നുള്ളൂ, സൈഡ് ഭാഗമൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ നല്ല ഇവിടെ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോഴും നമുക്ക് നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊന്നും കാണാൻ പറ്റില്ല, നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ല മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് ഭാഗം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആ ഒരു ടൈമിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, എല്ലാം നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് ആ ഒരു അറ്റത്തുള്ള മലകളും എല്ലാതും. അതുപോലെ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ശരിക്കും വഴിയുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്.
അങ്ങനെ നമ്മുടെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്ത് എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇവിടുത്തെ നിന്ന് വെക്കേറ്റ് ചെയ്യാറായി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇന്നും ഒരു ദിവസം കൂടി മൂന്നാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി വേറെ സ്ഥലം നോക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ ആട്ടോ നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഈ ഒരു സ്ഥലം വരുന്നത്. നമ്മൾ താമസിക്കുന്നവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറണം. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്കിന്നിവിടെ അവർ ബൊഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇഡ്ഡലി ഉണ്ട്, പിന്നെ ദോശയുണ്ട്, ആംപ്ലേറ്റ് ഉണ്ട്, ബാക്കി അങ്ങനെ ചട്നി സാമ്പാർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും കിടിലനായിരുന്നു കേട്ടോ. എൻ്റെ കൈ കുത്തിയാൽ മതി. കാശി എങ്ങനെയുണ്ട്? അലാമി ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാ? സൂപ്പറാ? ഇട്ടോ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വ്യൂ കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ കിഡിലൻ പ്ലേസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നൈറ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്ഥലമാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ അതായത് ചേച്ചി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ലഗേജും പിന്നെ നമുക്ക് വരുമ്പോൾ വലിയ സീൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകുമ്പോൾ ഇങ്ങനെ കയറ്റല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാശിയുടെ ഡ്രസ്സും അപ്പോൾ എല്ലാതും ഞങ്ങളെല്ലാവരും എടുത്ത് ആ കൊട്ടയിൽ മൊത്തം കാശിയുടെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിയും അവരൊക്കെ നടന്നെത്തി. അപ്പോൾ ഏറ്റവും ബാക്കിലായിരുന്നു ഞാൻ. ശരിക്കും നല്ല ടയർഡായിട്ട് കയറി വന്നപ്പോൾ തന്നെ. അപ്പോൾ കാശിക്കുട്ടിന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാട്ടിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിക്കിയിൽ നമ്മുടെ എല്ലാ ലഗേജും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ എല്ലാവരും ഹാപ്പിയാണ്. ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.